പാമ്പനാട്ടിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണു. ആളപായമില്ല. പാമ്പനാർ തിരുഹൃദയ ദേവാലയത്തിന് എതിർവശം ദേശീയപാതയോട് ചേർന്ന് നിർമ്മാണ പ്രവർത്തനത്തിലിരുന്ന 5 നില കെട്ടിടമാണ് ഇന്ന് പുലർച്ചെ തകർന്നു വീണത്. 5 നിലകളിലായി പില്ലറിൽ പൊങ്ങിവന്ന ഈ കെട്ടിടം ദേശീയപാതയിൽ നിന്നും 6 മീറ്ററോളം വിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നത്. ഈ പ്രദേശത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്നലെ രാത്രി 1 മണി വരെ നടക്കുകയായിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു. മണ്ണ് തള്ളിപ്പോയതാണ് ഈ കെട്ടിടം പൂർണ്ണമായും താഴെ പോകാൻ കാരണമെന്നും ഇവർ പറയുന്നു. ഈ കെട്ടിടം തകർന്ന് താഴേക്ക് വീഴുന്നത് അനധികൃതമായി മണ്ണടിച്ച് ഈ ഇന്നലെ രാത്രി ഫില്ല് ചെയ്യുകയും അതുപോലെ തന്നെ ആ മണ്ണ് മഴ പെയ്തതോടുകൂടി മണ്ണ് തള്ളിപ്പോവുകയും ഈ 5 നിലയുള്ള ബിൽഡിംഗ് താഴേക്ക് പതിക്കുകയുമാണ് ചെയ്തത്. എൻ്റെ വീടിൻ്റെ മുകളിലേക്കാണ് ഇത് പതിച്ചത്. 17ഓളം ജീവനുകൾ ഈ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു 2 അടി കൂടെ മാറിയിരുന്നെങ്കിൽ അവർ എല്ലാവരും തന്നെ മരണപ്പെട്ടിട്ട് വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടത്. ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പോയി. അതുപോലെ റോഡും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ കെട്ടിടത്തിൻ്റെ പണിയിലുള്ള അപാകതയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം, ഈ തൊട്ടടുത്ത് കാണുന്ന ആ ഫില്ലർ പൊട്ടുപൊടിയുന്ന പോലെ പൊടിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് വലിയ ഒരു ദുരന്തമാണ്. വളരെയേറെ നാശനഷ്ടങ്ങൾ ഇതുമൂലം നമുക്കുണ്ടായിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും എല്ലാം ഭയന്ന് നിലവിളിക്കുകയും അവർ അലറിക്കരയുകയും ചെയ്യും. എല്ലാവരെയും നാട്ടുകാരെല്ലാം കൂടെ വന്നാണ് രക്ഷപ്പെടുത്തി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയത്. നമ്മൾ ഇത് പറയുമ്പോൾ അവരോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ശരിയാകുമോ എന്ന് അവരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായി. പല പ്രാവശ്യം ഞാൻ ചോദിച്ചായിരുന്നു, ഇങ്ങനെ കെട്ടിയാൽ ഇത് ശരിയാകുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഇവിടെ ഒഴിവായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പീരമേട് ലൈവ്.